3 clap. Hey guys, welcome back. വടിപ്പ് ടോക്സിന്റെ പുതിയൊരു വീഡിയോ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏത് ടോപ്പിക്കാണ് പറഞ്ഞ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫോൺ അഡിക്ഷൻ. എല്ലാവരും ഒരു സ്വരത്തിൽ പറയൂ, ഫോൺ അഡിക്ഷൻ. ഫോൺ അഡിക്ഷനെ കുറിച്ചാണെന്ന് പറയാനുള്ളത്. അതെ, ഫ്രഷ് ടോപ്പിക്കാണ് അത് അല്ലേ. നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ വന്ന് നമ്മളൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമായി എന്ന് പറയാം അല്ലെ. ഹൃദയത്തോടൊപ്പം ചേർത്ത് വെക്കുന്ന ഒരു മാധ്യമമായി അല്ലെങ്കിൽ ഒരു വസ്തുവായി നമ്മൾ എന്തിനു മാറ്റി? ഫോണിനെ മാറ്റി. അതില്ലാതെ പോവാൻ പറ്റില്ല എന്നായി അല്ലെ. ഞാനിപ്പോ ഒരു ഇന്റർവ്യൂ സെഷൻ ആയിട്ട് നോക്കണ്ട, നമ്മള് പൊതുവെ പറയണ മാധവിന്റെ ആവറേജ് ഫോൺ സ്ക്രീൻ ഓൺ ടൈം പ്രവൃത്തി ദിവസമാണെങ്കിൽ ജോബിന് പോകണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോകണ്ടെങ്കിൽ അന്ന് യൂസ് ചെയ്യല് കുറവാകും, സ്കൂളിൽ യൂസ് ചെയ്യല് കുറവാകും. ഇവിടെ വീട്ടിൽ വന്നിട്ടാവും. അപ്പൊ ഒരു 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ അതിടയ്ക്ക് അല്ലേ ഉച്ചക്ക് എനിക്കോ പണിയില്ല. 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ അവധിയാണെങ്കിൽ പിന്നെ പറയണ്ട അല്ലെ. ഓൾറെഡി എല്ലാവർക്കും ഒരു 6+ ഉണ്ടാവും. 6+ ഉണ്ടാവുള്ളൂ. എന്നിപ്പോ നോക്കിയാ കാണാം. ഇന്നിപ്പോ എത്രയാ? എനിക്കിങ്ങനെ ചൊറിഞ്ഞു വരടാ. കുറച്ചു നേരം നോക്കിയില്ലെങ്കിൽ മനസ്സെന്തോ മാതിരിയോ. ഇങ്ങനെ കൈ ഫോൺ കുത്തിവെക്കുന്ന ചാർജർ ഫോണിൽ എങ്ങനെയുണ്ട് എന്തോ ഒരു ആരോ കാത്തിരിക്കണ. ആരും കാത്തിരിക്കില്ല. 5% മതി. അവന്റെ ആകെ 20% മുകളിലേക്ക് അവന്റെ ഫോൺ പോവില്ല ചാർജ്. എന്നാ 5% മദ്യോന് 1% ഇരുന്ന് കളിക്കണ ചെക്കൻ കുത്തിവെക്കുന്നു എടുക്കുന്നു, കുത്തിവെക്കുന്നു എടുക്കുന്നു. അതിനാണ് അഡിക്ഷൻ. പറ്റില്ല. എന്താണാവോ അങ്ങനെ? അത്തരം സന്ദർഭങ്ങൾ എന്ത് ചെയ്യണം? വല്ല നോവലോ നീ പണ്ടപ്പോഴാണ് ഒരു ബുക്ക് വായിച്ചത്. ഇപ്പൊ പറഞ്ഞോണ്ടത് വേറെ ഒന്നുമില്ല. കേട്ടില്ലേ, ഇപ്പൊ ഒരു കോള് വന്നു അല്ലെ. കോള് വന്ന് എടുത്തൊക്കെ എന്തോ മെസ്സേജ് നോക്കട്ടെ. കണക്കിത് അറിയില്ല. ഞാൻ ഫ്ലിപ്പിൽ പോയാ പിന്നെ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും കണക്കായിരിക്കും. അപ്പൊ ഞാനിപ്പോ ഈ ലീവിനുള്ളപ്പോ നോക്കുക. പിന്നെ അഡിക്ഷൻ ആയി പോയി. ഇനി മാറാ മാറിക്കോളും. പിന്നെ അത് എടുക്കാൻ നേരം ഉണ്ടാവില്ല. അവസരം കിട്ടിയപ്പോ തള്ളിയതാണ്. നാളെ ചെന്നിട്ടേ ഈ ഇൻസ്റ്റാഗ്രാം ഭയങ്കര ഒരു റീല് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതെ, ഭയങ്കര അറ്റൻഷൻ സ്പാൻ ഭയങ്കര മോശമാവുണ്ട്. നമ്മള് അതിലേക്ക് തന്നെ മുഴുകി നമ്മള് പുറത്തുള്ള ഒന്നും അറിയണില്ല. ഒരു 10 മിനിറ്റ് കാണാത്തെടുക്കുമ്പോഴേക്കും മണിക്കൂർ ഉണ്ടാവും. പിന്നെ സത്യം, നമ്മളിപ്പോ എന്തെങ്കിലും ഒക്കെ കാര്യം ചെയ്യാൻ വിചാരിച്ച ഒരു ടൈം ഒരു 10 മണി അല്ലെങ്കിൽ 1/2 നോക്കില്ല വിചാരിക്കും. അപ്പൊ ഇനിയിപ്പോ ഏതല്ല 31-35 കഴിഞ്ഞില്ലേ, ഇനി അടുത്ത 11 തുടങ്ങാം. എനിക്ക് ജോലിയില് ഞാൻ വെറുതെ ഫോൺ വെക്കും. തുടങ്ങിയാലും അപ്പൊ ഒരു 10 മിനിറ്റ് നോക്കാം. ഞാൻ 10 മണിക്ക് എടുക്കും. 2 മിനിറ്റ് നോക്കാൻ പറയും. പിന്നെ 2 മണിയാവും. എന്താണോ എങ്ങനെയാണ് ഇപ്പൊ? പിന്നെ ചിലവന്മാരുണ്ട് സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു. ഉണ്ടാവില്ല, എന്നാൽ പോലും ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി ഇട്ടാ 100 വട്ടം കാണും. നിങ്ങളൊന്നും കാണാത്തായിരിക്കും. നിങ്ങളൊന്നും കാണാത്ത എല്ലാരും കാണുന്നതാണ്. ഇതെല്ലാരും കാണുന്നത്. ഞാനത് ഒളിക്കുന്നില്ല. 50 വട്ടം ആ പാട്ട് ഞാൻ കേൾക്കും. ഞാനും കേൾക്കാറുണ്ട്. ഞാൻ ഓരോരുത്തർക്കും ഓരോ താല്പര്യം. ഇടയ്ക്ക് ഞാൻ നോക്കിയത് ഇടയ്ക്ക്
അല്ല പണ്ട് അഡിക്ഷൻ ഗെയിമായിരുന്നു ഫോണിൽ, പക്ഷെ ഇപ്പൊ ആ ഗെയിം അധികം കുറവാണ് ആൾക്കാര്. പക്ഷെ നമുക്ക് തോന്നുന്നു കേട്ടോ, നമ്മളെക്കാട്ടും മേജറുള്ള ഒരു 10-18 കുട്ടികൾക്കൊക്കെ ഗെയിം നല്ല ഇപ്പോഴും ഉണ്ട്. നല്ല നമ്മളൊക്കെ കളിച്ച സമയത്ത് എന്താ അല്ലെ, ചെറിയൊരു മറ്റേ ഡോക്ടർ ഡ്രൈവ് മിനിമിഷി അതൊക്കെ വലിയ വലിയ ഗെയിം, ഡോക്ടർ പാർക്കിംഗ്. ഇപ്പോഴതോ ഇപ്പൊ നേരെ നേരെ PC ഗെയിംസും കാര്യങ്ങളൊക്കെയാണ്. കുട്ടികൾ വന്ന് PS5 കാണാന്നൊക്കെയാണ് കുട്ടികൾ ആവശ്യപ്പെടുന്നത്. അത് ഞാൻ പറഞ്ഞതല്ലേ, നമുക്ക് ഓൾറെഡി ആവശ്യമുണ്ട്. PS5 എന്താ മെയിൻ ആക്കിയുണ്ടോ? അതല്ല, നമുക്ക് ആഗ്രഹം. എന്താ PS5? PS5 പറഞ്ഞോട് അജയ്. പങ്കജാക്ഷൻ സുകുമാരൻ. ഇല്ലല്ലോ. നമ്മള് എപ്പോഴും എന്ത് ചെയ്യണം, അപ്ഡേറ്റഡ് ആയിരിക്കണം. അല്ല നമ്മൾ ഔട്ട്ഡോറിൽ കളിക്കും അല്ലേ, ഔട്ട്ഡോർ ഗെയിംസ്, ഔട്ട്ഡോർ പോയി ചായ കുടിക്കും. പക്ഷെ പുഴുങ്ങിയ മുട്ട കഴിച്ചിട്ടുണ്ട്. ചിരട്ട പോക്കല്, ഇതൊക്കെ കാലൊടിയ ചെയിന്റെ കലാകൃതികൾ എനിക്ക് സത്യമായിട്ടും ഞാൻ എന്ത് ചെയ്യില്ല, അധികവും ഈ മൊബൈൽ ഗെയിംസിനോടൊക്കെ വല്ല താല്പര്യമില്ല. അതിൽ കളിക്കലില്ല എന്നല്ല, പക്ഷെ എനിക്ക് നമ്മളെ അതേമാതിരി തന്നെ ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോള്. പക്ഷെ നമ്മള് ഇതൊക്കെ നോക്കുമ്പോൾ നമ്മളെ കാലം വളരെ ഗോൾഡ് ഏറിയ കേട്ടോ. കാരണം നമ്മളെന്താ അറിയോ, നമ്മള് ഫോൺ ഗെയിംസ് കളിച്ചിട്ടുണ്ട്, പക്ഷെ അതിലുപരി നമ്മൾ എന്താണ് ഈ ഗോലികളി, ഈ തൊട്ടുകളി, അല്ലെ ഓടിക്കളി, ഒളിച്ചുകളി, കക്കുകളി, പരസ്യക്കളി, ചെറിയ കുട്ടിയായി പോയി. ഇല്ല കോലുകളി അല്ലെ, എന്താ കോലും കുട്ടി കോലും. യെസ്. പിന്നെന്താ നമ്മളെ ജനറേഷൻ ഗോൾഡൻ ജനറേഷൻ എന്ന് പറയുന്നത് എല്ലാവരുടെ ജനറേഷനും അവരവരുടെ ജനറേഷൻ ഗോൾഡൻ. പക്ഷെ നമ്മളത് ആലോചിക്കണം, ആ ഫോണിന് നമ്മൾ ആ 1 മുതൽ അല്ലെങ്കിൽ ആ നോക്കിയന്റെ സെറ്റും പാമ്പ് അല്ലെ ആപ്പിളിന്റെ ഗെയിം അല്ലെ, നമ്മളെ ഈ കണാരം പറയണേ പാമ്പ് ആപ്പിളിന്റെ ഗെയിം മുതൽ നമ്മൾ തുടങ്ങി. അങ്ങനല്ല, ഇപ്പൊ നമ്മളെ ആൾക്കാര് നമ്മളെ വീട്ടുകാര് പറയണത് അങ്ങനെ തന്നെ. സത്യം കുട്ടികളോട് ആദ്യം പറയുമ്പോ നമ്മളൊക്കെ അല്ലേ ഫോണില് പാമ്പ് ആപ്പിളിന്റെ ഗെയിം കളിച്ചാണ് തുടങ്ങിയത് അല്ലെ, പറയല്ല ഇജു അറിയത്തില്ലേ അന്ന് ക്രിക്കറ്റ്, മറ്റേ ക്രിക്കറ്റ് അതിന്റെ റീലൊക്കെ വരുന്നുണ്ട് പണ്ട് കാലത്ത് നമ്മള് പൂജന്റെ ടൈമില് അത് ഒരു ഫോൺ ഉണ്ടാവും, എന്നിട്ട് അതിൽ നമ്മള് മത്സരമാവും ആരെ കൂടുതൽ എടുക്കാൻ. 5 പറഞ്ഞോ 3 പറഞ്ഞ കുട്ടികളുടെ ഗെയിം ഒക്കെ എങ്ങനെയാ മാഷ് എന്നുള്ള രീതിയിൽ കുട്ടികളായിട്ട് ഏറ്റവും കൂടുതൽ സമ്പർക്കമുള്ള ആള് 2 ആളുകൾ. അജയ് ഇപ്പൊ കുറച്ച് ഇതിലാണ്, പക്ഷെ കുട്ടികൾക്ക് എന്താണ്, കുട്ടികളൊരു ഫ്രണ്ട് എന്ത് ഗെയിമിനെ കുറിച്ചാണ്, ഗെയിം അല്ലെങ്കിൽ അഡിക്ഷൻ. അത് സത്യം പറയട്ടെ, കുട്ടികളെ ഇതില് പാരന്റിങ് മെയിൻ ആണ്. ഈ ഒരു ഫോൺ ഉപയോഗിക്കണേല് പാരന്റിങ് മെയിൻ ഒരു ഘടകമാണ്. കുട്ടികൾക്ക് നല്ല രീതിയിൽ ഫോൺ എടുത്ത് ഇറമ്പാക്കുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോഴേ അതിനോട് ഭയങ്കര ക്രൈസ് ആവും, അതില്ലാതെ പറ്റൂല. പക്ഷെ ചില പാരന്റ്സ് ഉണ്ട് കേട്ടോ സ്ട്രിക്റ്റ് ആക്കി വളർത്തണേ, കാരണം തീരെ ഓൾറെഡി കുറെ ക്ലാസ്സുകളും കാര്യങ്ങളും ഓൺലൈനിൽ കിട്ടുന്നുണ്ടല്ലോ. എന്തായാലും ഈ ഫോൺ എന്ന് പറയുന്നത് ഒരു ഒഴിച്ചു നേടാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല, പക്ഷെ മോണിറ്ററിങ് വേണം. പക്ഷെ ഇപ്പൊ അടുത്ത് വന്ന മറ്റേ ഇൻസ്റ്റന്റ് അതേമാതിരി വാട്സപ്പിന്റെ ഒക്കെ മറ്റേ ഇതില്ലേ, ഇത്ര വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ സോഷ്യൽ മീഡിയ. സത്യം പറയട്ടെ, മാമന്റെ യൂസ് ചെയ്യുന്നുണ്ട് ഫോൺ, അപ്പൊ അവന് കൊടുക്കുമ്പോ മറ്റേ മൂഡിലിട്ടാ കൊടുക്കാം. മോഡിലിട്ടാ കൊടുക്കുക. ഏത് മോഡ്? നമ്മളെ ചിൽഡ്രൻസ് മോഡല്ലേ, കിഡ്സ് മോഡോ ചിൽഡ്രൻസ് മോഡോ അങ്ങനെ ഏതൊരു മോഡ്, പാരന്റൽ മോഡാണ് അതല്ല ചിൽഡ്രൻസ് മോഡാണ്. അതിലെന്താ അറിയോ, 12 മണിക്ക് ശേഷം 6 മണി വരെ സെറ്റ് ചെയ്ത് വെക്കാം. 12 to 6 യൂസ് ചെയ്യാൻ പറ്റില്ല, ലോക്കഡ് ആവും ഫോണ്. ഓൺലി ടൈമും പിന്നെ കോളിംഗ് ആപ്പ് മാത്രമേ. ഐഫോണിൽ നമുക്ക് കുട്ടികളുടെ ഫോണിൽ ലിങ്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ഐഫോണും മറ്റേ നമുക്കൊക്കെ ഫോൺ എന്നാ കിട്ടിയത്? എന്താണ് ഫോൺ കയ്യിൽ യൂസ് ചെയ്യാൻ സ്വന്തമായിട്ട് ഒരു ഫോൺ കിട്ടിയത്? അതിന് ഒരു ടച്ച് സ്ക്രീൻ എന്നാ ആദ്യമായിട്ട് കണ്ടത്? ആദ്യത്തെ ഫോൺ ഏതാ എന്നാ കിട്ടിയത്? ആദ്യത്തെ ഫോൺ റെഡ്മി 5A. അത് +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഒരു
അതുവരെ നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഇതേവരെ തന്നെ കളിക്കാൻ പോകണം. അതുവരെ ഉള്ള വെയിലത്തൊക്കെ ചെക്കന്മാരോട് ഉള്ള ഫുട്ബോളായിട്ടും ടൂർണമെന്റ് ആയിട്ട് അങ്ങനെ പോകാം. നമുക്ക് അതിന്റെ ആവശ്യം വന്നില്ല. ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോ ഫസ്റ്റ് കഴിഞ്ഞ ആ ഒരു ഇതില് റെഡ്മി 5A അത് ഇപ്പോഴും ഉണ്ടാവും. അതിപ്പോഴും യൂസ് ചെയ്യണേ? ഇല്ല ഇല്ല, അത് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. സ്മാരകമായി അല്ല മറ്റു ചാർജ് നിൽക്കുന്നില്ല. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി അത് ഒപ്പോ F3. നന്ദി. പിന്നെ അത് കഴിഞ്ഞിട്ട് എത്ര ഫോൺ യൂസ് ചെയ്തു? ഞാൻ അതും പിന്നെ ഇപ്പൊ യൂസ് ചെയ്യണ ഗൂഗിൾ പിക്സൽ, അത് മാത്രമേ ഉള്ളൂ. ഞാനല്ലേ ഞാന് പ്ലസ് ടു കഴിഞ്ഞപ്പോ പ്ലസ് ടു ആ ടൈമിൽ ഫോൺ ഉണ്ടായിരുന്നു. പക്ഷെ ഏതാ യൂസ് ചെയ്യാൻ, നമ്മൾ വാട്സപ്പ് നമ്മളെ ഗ്രൂപ്പുകളൊക്കെ യൂസ് ചെയ്യാൻ മാത്രം വേണ്ടിയിട്ട്. പിന്നെ അന്ന് മുതലേ PDF തന്നെയാണ് പരിപാടി തുടങ്ങിയിട്ടുണ്ടല്ലോ നമ്മൾ പ്ലസ് ചെയ്യുന്നപ്പോഴൊക്കെ ഇല്ലേ ഉണ്ട്. അപ്പൊ അത് സർക്കുലേറ്റ് ചെയ്ത് അതിനൊരു ഇതുണ്ട്. പക്ഷെ അത് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡിഗ്രിക്കാണ് ആദ്യമായിട്ടൊരു ഫോൺ വാങ്ങുന്നത്. ഡിഗ്രി ഇതേമാതിരി ഫസ്റ്റ് ഇയർ ആയിരുന്നപ്പോൾ റെഡ്മി നോട്ട് 7 Pro അന്നത്തെ വിപ്ലവം സൃഷ്ടിച്ച 48 MB മെഗാപിക്സൽ സ്നാപ്ഡ്രാഗൺ 695. അതിൽ നല്ല ഗെയിമൊക്കെ ഞാൻ ഗെയിമിങ്ങിന്റെ ഒരു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല മുതലാക്കി. അതിന്റെ ഒരു 3 പ്രാവശ്യം ബാറ്ററി മാറ്റിണ്ടാവും. ഒറിജിനൽ ബാറ്ററി അമ്മാതിരി കളി കളിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പദം വരുത്തി അതിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ബാറ്ററി ബാക്കപ്പ് കുറവാണെന്നുള്ളു. പിന്നെ യൂസ് ചെയ്തത് ഒരു സാംസങ് ആണ്. അത് പിന്നെ കുറച്ചാലും യൂസ് ചെയ്തുള്ളൂ. പിന്നെ ഇപ്പോ യൂസ് ചെയ്യണേ ഐഫോൺ. അടുത്തത് ഞാൻ ഉപയോഗിച്ചത് ഫസ്റ്റ് ഫോണ് സാംസങ് ഗാലക്സി സാംസങ് ഗാലക്സി ഒരടക്കിയ കുരുവി. അത് എന്താണ് അമ്മേന്റെ ഫോണായിരുന്നു. അതെനിക്ക് കൈമാറി പ്ലസ് 10 കഴിഞ്ഞ് പ്ലസ് 1 പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്താണ്. പ്രശ്നം എന്താ വെച്ചാ സിമ്മില്ല. സിമ്മില്ല. പിന്നെ അതില് കൊറേ ഗെയിമൊക്കെ കളിച്ചിട്ട് എന്താണ് ടെമ്പിൾ റൺ മറ്റേ സാധനം ഉണ്ടല്ലോ, ഏതാണ് ഒരു ഇങ്ങനെ ഒരു പോണതാണല്ലോ, എന്തൊരു ട്രക്ക് ഹിൽ ക്ലൈം റേസ്. അതെ, അത് കളിച്ച് അതിന്റെ പദം വരുത്തിയിരുന്നു. അതൊക്കെ ഒരു കാലം. എന്താണ് നമ്മള് സ്കൂളിൽ ട്രിപ്പ് പോകുമ്പോ 10ാം ക്ലാസ് സ്കൂൾ ട്രിപ്പ് പോകുമ്പോൾ എന്റെ ഫോണില്ല, എല്ലാവരും ടാബും കൊന്നത്. എന്റെ ഫോണില്ല, അമ്മേന്റെ വയ്യാണ്. ഞാൻ അമ്മേന്റെ വാങ്ങും പോയി, എന്നിട്ട് ഇരുന്ന് ഗെയിം കളിക്കും. അമ്മ ഒരേ സ്കൂളിലായതുകൊണ്ട് അതന്നെ അമ്മ എന്റെ ടീച്ചർ തന്നെ. എന്റെ ടീച്ചർ ടീച്ചറല്ല, എന്റെ അമ്മ അതല്ല ഇവന്റെ എന്റെ ടീച്ചറല്ല, ഇവന്റെ ടീച്ചറല്ല. ഇവൻ അപ്പോഴേക്ക് സ്കൂൾ മാറി കളിച്ചു. പിന്നെ കൊറേ ഫോണുകളോട് ടാബ് ഉണ്ടായിരുന്നു, ഐക്കോന്റെ ചൈനീസ് സാധനം. പിന്നെ ഒരു വിവോ V7 പിറന്നാളോ വിവോ V9. പിന്നെ കൊച്ചച്ഛന്റെ ലെനോവോ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ ഹുവാവേ P8. പിന്നെ ലെനോവോ ഉണ്ടായിരുന്നു അച്ഛന്റെ. പിന്നെ ഏതായിരുന്നു എന്റെ അടുത്ത് നോട്ടാണോ അങ്ങനെ ലെനോവോ ലെനോവോ ഏതോ ഏതൊരു 6 പിന്നെ ലെനോവോ ഉണ്ട്. പിന്നെ മാറ്റിയത് പോക്കോന്റെ X3 M3 അങ്ങനെ 16,000 ഫോൺ. പിന്നെ ഇപ്പൊ വാങ്ങി S23 വാങ്ങിട്ട് ഇപ്പൊ 2 വർഷമായി. പറഞ്ഞില്ലേ കൊറേ ഫോണുണ്ട്. എന്റെ അതിപ്പോ ഇവിടുന്ന് കൈമാറി ഇങ്ങോട്ട് വരും. കണ്ടോ അല്ല, എനിക്ക് ആദ്യമായിട്ട് ഫോൺ എനിക്ക് തോന്നുന്നു +1 തോന്നുന്നു ഈ കൂട്ടത്തില്. അതെ, ഞാൻ നിങ്ങളെ ജനറേഷൻ വേറെ. ഞാൻ +1 കിട്ടിയത് +1 ഒരു വിവോ എന്തൊരു വിവോ. അത് വല്ലാണ്ട് യൂസ് ഒന്നും ചെയ്തില്ല. ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ഈ ടെക്നോളജി പ്രാന്തുള്ളതുകൊണ്ട് ഗൂഗിളിന്റെ ഏതോ ഒരു പഴയ ഫോൺ അത് ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. ടെക്നോളജിയില് ഭയങ്കര ഇതായോണ്ട്
ഈ വലിയ വലിയ ഗെയിം ഒന്നും ഞങ്ങളെ ഫോണിൽ പറ്റില്ലല്ലോ. അല്ല അല്ല വലിയ വലിയ ഗെയിം വലിയ വലിയ ഗെയിം ഒന്നും ഞങ്ങളെ ചെറിയ ഫോണിൽ പറ്റൂല. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം എന്തൊക്കെ കളിച്ചു നോക്കണം, എന്താണ് സംഭവം എന്ന് അറിയാൻ. പക്ഷെ എന്താ ഇത് വഴി ഫ്രീ ആയിട്ട് എങ്ങനെയാ പുതിയ ഫോൺ വാങ്ങുന്നതിന് പൈസ അല്ല. അപ്പൊ പിന്നെ യൂട്യൂബ് നോക്കി എങ്ങനെ ഒരു ഫോൺ പാച്ച് ചെയ്ത് റൂട്ട് ചെയ്യാന്നൊക്കെ നോക്കി അത് ഈ ഫോണിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അവസാനം ഫോൺ ഓൺ ഞാൻ പതുക്കെ ഷെൽഫിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചു. ആരും ആ ഫോൺ കണ്ടിട്ടില്ല. ഞാൻ കോളേജിലുണ്ട്. പിന്നെ ആരും ആ ഫോൺ കണ്ടിട്ടില്ല. ആ ദേഷ്യം എന്നോട് കൂടെ. അങ്ങനെ പിന്നെ എന്റെ വേറെ ഫോണിന്റെ കഥ പറയും. പിന്നെ വിവോ കഴിഞ്ഞിട്ട് പിന്നെ ഒരു റെഡ്മി 10 Pro ആണ് തോന്നുന്നു. Note. നോട്ട് 10. അപ്പൊ അത് വാങ്ങി. അതൊരു കോളേജ് ടൈം ഫസ്റ്റ് ഇയർ വാങ്ങി. നല്ല അടിപൊളി ക്യാമറ, വീഡിയോ ഒക്കെ സെറ്റ്. ഞാൻ എന്നിട്ടൊന്ന് ലക്ഷദ്വീപ് പോയി. ലക്ഷദ്വീപ് പോയി കുറച്ച് അഡ്വഞ്ചർ കൂടിപ്പോയി. അതില് കവറിലിട്ടിട്ട് വെള്ളത്തിന്റെ അടി കൂടെ ഒപ്പം തന്നെ അടി കൂടെ ഡൈവ് വീഡിയോ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കവർ ഇട്ടിട്ട് വെള്ളത്തിന്റെ അടി കൂടെ പോയപ്പോ കവർ പൊട്ടി വെള്ളം കയറി. കാശിന്റെ കഴപ്പാ. അത് ഒരു 9 മാസം യൂസ് ചെയ്തോളൂ. ഓൻ പറഞ്ഞു ലക്ഷദ്വീപില് പോണതിന് മുന്നേ നമുക്ക് മെമ്മറീസ് സെറ്റ് ആക്കി വീഡിയോ വീട്ടിൽ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞേ, എന്താ കയ്യിൽ പോയിന്നല്ലോ പറഞ്ഞേ. അല്ലല്ല അങ്ങനെ തന്നെ എന്നിട്ട് പോയി. അല്ല വീഡിയോ ഒക്കെ സെറ്റ് ആക്കണം, എല്ലാരും കാണിക്കണം. ആരും അറിയാണ്ട ഞങ്ങൾ പോയി. എല്ലാരും കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ. ഒക്കെ എന്റെ അടുത്ത് എല്ലാം പോയി വെള്ളത്തില്. പോയപ്പോ കിച്ചുവിന്റെ കാണുന്നുണ്ടെങ്കിൽ ആ പാക്കറ്റിൽ ഇതുകൂടി ഉണ്ടായിരുന്നു. മണാലി പോയ ട്രിപ്പ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. എഡിറ്റ് ചെയ്യാൻ നമ്മുടെ ഫ്രണ്ടാണ്. ഇപ്പൊ പട്ടാളത്തിലാണ്. അതെ അതെ. എവിടെയാന്ന് കമന്റ് ഉണ്ടാവും അതിന്റെ അടിയിൽ. കമന്റ് ഉണ്ടാവും. കമന്റ് ഇടണേ. ഞാൻ വന്നിട്ടോളം പട്ടാള കഥകൾ. പിന്നെ അടുത്ത ഫോൺ അത് കഴിഞ്ഞിട്ട് പിന്നെ പിക്സൽ എടുത്തു. പിക്സല് അതിന്റെ പദം വരുത്തി. കോൾ ചെയ്തോ ഒന്ന് കോൾ ചെയ്ത് ഒന്ന് നിലത്തിട്ട് സിനിമയ്ക്ക് വേണ്ടി വിളിച്ചതാ. നിലത്ത് കയ്യിൽ നിന്ന് നിലത്ത് വീണ് ഡിസ്പ്ലേ പോയി. ഒരു 10,000 രൂപ അവിടെ പോയി. അത് ഒരു 3-4 വർഷം യൂസ് ചെയ്തു. ഇപ്പൊ ഐഫോൺ യൂസ് ചെയ്യുന്നു. ഈ കൂട്ടത്തിൽ ആകെ ഐഫോണുള്ള 2 പേരാണ്. അതെ, ആ ഫോണിലാണ് ഇപ്പൊ നമ്മള് അതിന്റെ കുന്തളിപ്പില്ലാന്ന്. ഇപ്പോഴാണ് ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയത്. അതെ അതെ അതെ. പണ്ടുണ്ടല്ലോ നിക്ക മറ്റേ കൊച്ചച്ഛന്റെ ഫോൺ എടുത്ത് പോലീസിനെ വിളിച്ചത്. ഞാൻ ചെറുതാവുമ്പോ അച്ഛന്റെ ഫോൺ യൂസ് ചെയ്യും വെറുതെ. ആരെങ്കിലും എന്നിട്ട് ഹാലോ പറഞ്ഞപ്പോ ഞാൻ കട്ട് ചെയ്തു. അച്ഛനാണ് ഫീൽ ചെയ്തത്. എന്നിട്ട് അയാൾ കുറെ അച്ഛനെ തെറി വിളിച്ചു. ഇവരെവിടെയോ പുറത്തു പോയതാ. കൗതുകല്ലേ ഇവരെവിടെയോ പുറത്തു പോയതാ. അപ്പൊ അപ്പോഴാണ് ഉണ്ടായത്. അപ്പൊ വീട്ടില് ഞാനും അമ്മൂമ്മയുള്ളു. അമ്മൂമ്മേന്റെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് എന്നെ ഉപദേശിക്കുക, കണ്ടില്ലേ അവൻ ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിക്കരുത് എന്നും പറഞ്ഞിട്ട്. ടൈഗർ ബിസ്ക്കറ്റ് ടീമാ. അതൊക്കെ അന്നത്തെ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞത് അഡിക്ഷൻ. അഡിക്ഷൻ അവിടുന്ന് പോയി. മൊബൈലിലേക്ക് പോയി. അതെ. അപ്പൊ മൊബൈൽ ടെക്നോളജി മാറി അല്ലെ? ടെക്നോളജി മാറിയനുസരിച്ച് കാലം മാറി, ടോപ്പിക്കിന് പോയി. അപ്പൊ ഇപ്പൊ കുട്ടികൾ, ചെറിയ കുട്ടികളടക്കം യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്, ബാഡായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അല്ല, ഈ ചെറിയ കുട്ടിയൊക്കെ എന്തിനാ ഫോൺ? അത് ചെറിയ കുട്ടിക്ക് ആവശ്യമില്ല. സ്വന്തമായിട്ട് ഫോൺ ആവശ്യമില്ല. സ്ക്രീൻ ടൈം എത്രയും കുറയ്ക്കാൻ ഫോൺ യൂസ്. നമ്മുടെ ബ്രെയിന് സ്വന്തം ഫോൺ ആവശ്യമില്ല. മെയിൻ പോണ ടൈമാണ്. ആ ടൈമില് നമ്മൾ ഒരു ഡിസ്ട്രാക്ഷൻ കൊടുത്താൽ പിന്നെ നമ്മുടെ ഇമോഷൻസിന്, നമ്മുടെ ബ്രെയിനിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഡിസ്ട്രാക്ഷൻ ആവും, ബ്രെയിൻ ഡിസ്ട്രാക്ട്. അങ്ങനെയാണ് ADHD കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് കുട്ടീനെ മുമ്പ് ഫോൺ എടുത്ത് പിന്നെ ഇപ്പൊ തന്നെ എന്താ കൊറേ പാരന്റ്സ് കുട്ടികളെ ഇരുത്താൻ വേണ്ടി യൂസ് ചെയ്യണ എന്താ മൊബൈൽ ഫോണിലെ ഫുഡ് കഴിക്കുമ്പോഴേക്കും ജസ്റ്റ് ഇങ്ങനെ ഫോൺ വെച്ച്. പിന്നെ കുട്ടികൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ആ ഫോൺ വേണം.
അതാണ് ഉണ്ടാക്കാൻ നമുക്ക് എന്താ കാക്ക കൊണ്ടു എനിക്ക് എങ്ങനെയാന്ന് അറിയോ, എനിക്ക് ടി വി വെച്ചുതരും. അഡിക്ഷൻ. വായ തന്നെ ഞാൻ വായ തുറന്നിരിക്കും. പക്ഷെ വായക്ക് ഫോണും ടി വി വെച്ചാലും ടി വി ഒന്നും കൂടി ഇപ്പൊ സേഫ് ആണ്. നമ്മള് ചെറുതാവുമ്പോ ടി വി കാണരുത്. പണ്ട് ചെറുതാവുമ്പോ അച്ഛൻ TV കാണുന്നില്ല. ഇപ്പത്തെ കുട്ടികൾക്ക് ടി വി വേണ്ട. നമ്മക്ക് വേണം ഇപ്പൊ ടി വി. നമുക്ക് വേണ്ട. തീരെ നമ്മളെ കുട്ടിയുടെ ഏജിലല്ലേ കൂടുതലുണ്ടായിരുന്നത്. ഇപ്പത്തെ കുട്ടികൾക്കും വേണ്ട അറിയാം. ആ ഏജിലുള്ള കുട്ടികൾക്കും ടി വി വേണ്ട. ഏറ്റവും എളുപ്പത്തിൽ സാധനം കിട്ടില്ലേ. നമ്മള് പണ്ട് സൂര്യ ടിവിയിലും സിനിമ കാത്തിരുന്ന അത് പോട്ടെ, കുട്ടികൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്താണ് ഒന്നും പറയണ്ട. കുട്ടികൾക്ക് സെറ്റിങ്സ് പോയി ബ്രൈറ്റ്നസ് കൂട്ടാനോ 3 വലിച്ച് കുറയ്ക്കാനോ കൂട്ടാനോ ഒക്കെ അറിയാം. പവർ ഓഫ് പവർ ഓൺ ആയാൽ ഒരു 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം. യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തെടുക്കാൻ വരാട്. അതെ, നമുക്കൊക്കെ അന്ന് വല്ലോ അറിയാം. ഞങ്ങള് ഞങ്ങളിപ്പോ നമുക്ക് എല്ലാതും ഉണ്ട്. എല്ലാ സാധനവും ഒരു 1999 to 2099 ആൾക്കാരാണിത്. എല്ലാം ഉണ്ട്. പക്ഷെ ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം ആർക്കാ തോന്നുന്നു? ആർക്കും തോന്നുക കമന്റ് ചെയ്യൂ. അത് തോന്നുന്നു 27 വയസ്സാണ്. അതിന്റെ ഒരു ഇതില്ല കേട്ടോ. അതിനൊരു പക്വതയില്ല. പക്കത്തിലേ തെറ്റില്ല. പക്വത വെച്ചിട്ട് അതെ, പക്വത നമ്മൾ കല്യാണം ചൈൽഡിഷ് ആയി. ഈ പക്വത പറയുന്നത് നമ്മള് അഭിനയിക്കുകയാണ്. അതെ ശരിയാണ്. അത് ടോവിനോ ഒരു ഇതില് എനിക്കെന്തോ അഭിനയം വരുന്നില്ല. ഞാൻ സത്യം പറ, ഇപ്പോഴും നീ മറ്റേ ആ മാമിന്റെ ചോട്ടിൽ എപ്പോഴും ചിലവരൊക്കെ ബഹുമാനം തരുമ്പോ വിചാരിക്കും ക്ലാസ് പഠിക്കാൻ ഉള്ളിലപ്പോൾ നമ്മള് ലോക്കല് നമ്മള് ചെറിയ കുട്ടി ഏട്ടാ എന്റെ വലിയ ക്രിക്കറ്റ് കളിക്കുന്ന മനസ്സിലാക്കി എപ്പോഴും ചെറിയ കുട്ടിയാണ്. പക്ഷെ ഇപ്പൊ അത് കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷമാണ് നമുക്ക് കൂടുതൽ തോന്നി അല്ലേ. പെട്ടെന്ന് ഇയർ പോണാല് ഇപ്പൊ പറയുമ്പോ ജനുവരി കഴിഞ്ഞ് മാർച്ച് ഇന്ന് മാർച്ച് ജനുവരി കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചായി. അപ്പൊ മൂന്നാമത്തെ മാസം അല്ല, കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പൊ 9-8 വർഷമായില്ലേ? 7 8 എനിക്കറിയില്ല. 19 സെക്കൻഡ് ഇയറിലെന്ന് പറയാം. കൊറോണ കൊണ്ടുപോയില്ലേ? തേർഡ് ഇയർ ഫുള്ള് കൊണ്ടുപോയി. ഞങ്ങൾ സെക്കൻഡ് ഇയർ മൊത്തം കൊണ്ടുപോയി. അല്ല, നമ്മള് ഫോണിനെ കുറിച്ചല്ലേ എത്തുന്നു. അപ്പോ മൊബൈലില്ലേ ഫോണിന് നല്ലതും ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പറ്റിയിട്ടുണ്ട് എത്രയെങ്കിലും ദിവസം? എത്ര ദിവസം? ഓ പിന്നെ ഞങ്ങൾക്ക് കേട്ടോ 7 ദിവസം. DLED യൂസ് ചെയ്തിരുന്ന സമയത്ത് അവിടെ ഉള്ള എങ്ങനെ രാവിലെ ക്ലാസ് കേറുമ്പോ അവിടെ മറ്റേ നമ്മളെ ഇതില്ലേ എന്തായാലും പറയാ ട്രയല് ഫോൺ ഇടാനുള്ള trial ഇടും. എന്നിട്ട് വൈകുന്നേരം എടുക്കാൻ പറ്റുള്ളൂ. അത് അടിപൊളിയായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തില്ലേ കോളേജ്. അത് പക്ഷെ നമ്മൾ എൻഗേജ് ആയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിന്റെ ആവശ്യമില്ല. ഞാൻ സ്കൂളില് എന്താ വെച്ചാ കോളേജിലായിരുന്നപ്പോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങളുടെ ഫോണെല്ലാം പിടിച്ചു വെച്ചിരുന്നു. 2 ദിവസം ഫോണില്ലാണ്ട് ഞാൻ നിന്നു. ഒരു ബുക്കിന് വായിച്ചു തീർത്തി ഞാൻ. ഫോണിലാണ്ട് ഞാൻ 20 ദിവസമൊക്കെ നിന്നുണ്ട്. ലക്ഷദ്വീപ് ഫോണ് പോയത്. പുതിയ ഫോണില്ല. പക്ഷെ അന്ന് അത്ര കോളേജ് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ ആയിരുന്നു അന്ന്. വല്ലാണ്ട് ഫോണൊന്നും നോക്കൂല. ഒരു ഡിസ്പ്ലേ പോയ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഫോൺ വിളിക്കാൻ മാത്രം. ഈ ഇത് അത്രയും നമുക്ക് ഇത് ഉണ്ടായിരുന്നില്ല കേട്ടോ ഫോണിനോട് അഡിക്ഷൻ. പക്ഷെ ടിക്ടോക്ക് വന്നേ പിന്നെയാണ് ഫോണിന് അഡിക്ഷൻ കൂടിയത്. പിന്നെ റീൽസ് വന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഒന്നാമത് ഈ കൊറോണ ടൈമിൽ നമുക്ക് വേറെ പണിയൊന്നുമില്ല. പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നപ്പോ എന്താ നമ്മളൊരു ഫോട്ടോ ഇടും എന്നിട്ട് അതിന് ലൈക്ക് കൊടുത്ത് നോക്കിക്കോ. അത് നമ്മള് നിന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ റീല് വന്നതിന് ശേഷമാണ് സ്റ്റോറി കുറെ ആൾക്കാർ വിറ്റുണ്ട് കേട്ടോ. കുറെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിന് കുറ്റം പറയും. എന്നാ നേരെ യൂട്യൂബ് പോയി ഷോർട്സ് ആണ്.
ഷോർട്സിൽ ഇങ്ങനെ കാണും. ഇതൊക്കെ വേണ്ടത് ആ ഷോർട്സ് ഇങ്ങനെ കാണുന്നവരുണ്ട്. ആ ആപ്പിലെ എത്രത്തോളം നേരം നിൽക്കണം. പക്ഷെ അധികം നമ്മൾ ഇതിലെ കാണാൻ അറിയില്ല. അതെ അതെ. ഇൻസ്റ്റാഗ്രാം എടുത്താ ഷോർട്സ് പോകും. മറ്റേ ഇൻസ്റ്റാഗ്രാം എടുത്താൽ റീല് പോകും. അല്ല, ഇൻസ്റ്റാഗ്രാമിലെ റീലും അടുത്താലേ അൽഗോരിതം രണ്ടും വേറെ അല്ലേ, പുതിയ സാധനം. അത് മറ്റേ സിനിമ ആണ്. അതെ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഫോണിക്ക് വല്ല ഇപ്പോഴും അല്ല വല്ലൊരു ഇമ്പോർട്ടൻസ് പറഞ്ഞാല് ഇതുണ്ട്, കാണും, റീൽസ് കാണും. എന്നാലും ഫ്രണ്ട്സ് നമ്മള് കൂടുന്ന സമയത്തൊന്നും അതേമാതിരി ആരെങ്കിലും നമ്മളും ആ സമയത്ത് ഞാൻ ഫോൺ എടുക്കുകയില്ല. അത് നീ അപ്പൊ ഓക്യുപ്പൈഡ് ആണ്. മീൻസ് അപ്പൊ എൻഗേജ് ആവാണ്. എന്നാലും ചിലവുണ്ടാവുമല്ലോ, എൻഗേജ് ആണെങ്കിലും ഇടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുമല്ലോ. പക്ഷെ എനിക്ക് ഇതിനെ സംബന്ധിച്ച് ഞാൻ എനിക്ക് എനിക്ക് ആ ടെൻഡൻസി എനിക്ക് ടെൻഡൻസി കേട്ടോ. അതായത് മീൻസ് ഫ്രണ്ട്സിനോട് മേടിക്കുമ്പോ ആ ഫോൺ പിന്നെ ഞാൻ പോക്കറ്റ് ഇടാണെങ്കിൽ പിന്നെ ഞാൻ എടുക്കൂല. വല്ല കോൾ വരുമ്പോഴതുള്ളൂ. അല്ലെങ്കിൽ എല്ലാരും മുകളിലാണ്, ആരും അതിന്റെ ആരെയും കാണിക്കണല്ലോ, വെറുതെ ടോപ്പിക് ഒന്ന് ഒരു സദസ്സിലിരിക്കണേ, ഈ ടോപ്പിക് ഒന്നില്ലെങ്കിൽ ഞാൻ ഫോൺ നടന്നു പോകുമ്പോ അല്ലെങ്കിൽ ആരും നമുക്ക് പരിചിതമല്ലാത്ത സ്ഥലത്ത് കൂടെ പോകുമ്പോ അറിയാതെ ഇപ്പൊ കയ്യില് കീശന്ന് സാധനം എടുക്കും, നടന്നാലും പോകും. അതുണ്ടാവുന്നുണ്ട്. അതായത് ആരെങ്കിലും വരുമ്പോ സത്യം. അവരെ കണ്ട് നോക്കുമ്പോ പറയാനില്ല. പെട്ടെന്ന് നിർത്തണത്. അതെ, എനിക്ക് ഈ ടെൻഡൻസി വരലുണ്ട്. ഒരു ഇതിൽ നിൽക്കുമ്പോ ഫോൺ നോക്കിയാലോ പക്ഷെ ഞാൻ മനപ്പുറം പോക്കറ്റിലിടും. പക്ഷെ സത്യം പറയാം, എന്റെ അഭിപ്രായം കേട്ടോ, ഇപ്പൊ ഈ പുതിയ ഫോൺ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് എന്തോ കുറവായിട്ടുണ്ടോ എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അറിയില്ല, ഞങ്ങൾക്ക് തോന്നില്ല കണ്ടിട്ട്. എല്ലാ ദിവസവും എല്ലാ സമയത്തും ഇപ്പൊ നെറ്റിലെ അപ്പുറത്തുനിന്ന് വൈഫ് എടുത്ത് കാണുകയും ഞാൻ 1.5 മാസം സെന്റർ റീൽ. പിന്നെ ഗോകുലേട്ടൻ ഫോണൊക്കെ പിന്നെ പുറത്തൊക്കെ ഒന്നും അറിയില്ല. വർത്താനം പറഞ്ഞ 10 വട്ടം ചോദിച്ചാലോ ഉത്തരം എനിക്ക് മൾട്ടി ടാസ്കിങ് പറ്റൂല. ഒരു കാര്യം ചെറിയ കാര്യം മാത്രം ആവട്ടെ. പക്ഷെ ജോലിക്ക് പോയാൽ ഞാൻ പെർഫെക്റ്റ് ആണ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോ വെറുതെ കളയാണ് നമ്മള് സമയം. നമുക്കൊരു പ്രൊഡക്റ്റീവ് ഒന്നും അല്ല. അതിന് ആ ഒരു പ്രൊഡക്ടിവിറ്റി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇത് തുടങ്ങി അല്ലേ? അതെ, അല്ലെ ഒരു ടോപ്പിക്കെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം. ഇപ്പൊ ആൾക്കാർക്ക് സംസാരിക്കാൻ കിട്ടാത്തൊരു അവസ്ഥയാണ് ആൾക്കാര്. നമ്മളന്ന് മറ്റേ വാഹനത്തെ കുറിച്ച് പറഞ്ഞാലോ, തൊട്ടടുത്തേക്ക് കിടക്കാൻ വണ്ടി എടുത്ത് പോകുന്ന സ്ഥിതിയാണ് അല്ലേ? അനങ്ങിയ ഞാനിപ്പോ ഒരു ദിവസം അങ്ങോട്ടാ പോയത്, എവിടെയോ വള്ളത്തോൾ നഗറിലൊക്കെ പോയത്. അങ്ങനെ പോകുമ്പോടാ പോണവരൊക്കെ ബൈക്കിൽ പോണവര് ഫോൺ നോക്കി പോവാ. പക്ഷെ ബൈക്കിൽ ഇപ്പൊ കുറെ ആൾക്കാർ ഫോൺ യൂസ് ചെയ്യുന്നത് ഡേഞ്ചറാ. മാപ്പ് ഇട്ടാണെങ്കിൽ ഓക്കെ, മാപ്പ് മുന്നിൽ വെച്ചിട്ട് പോകണമെങ്കിൽ ഓക്കെ. പക്ഷെ ഇത് കുറെ ആൾക്കാർ യൂസ് വിളിച്ചു ഡ്രൈവ് ചെയ്യുമ്പോ ഫോൺ പാടില്ല. അത് ഞാൻ എത്ര എഡിക്റ്റഡ് ആണെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഡ്രൈവ് ചെയ്യുന്നത് നമ്മള് ഒരു എന്താ പറയാ, ഒരു ഇമ്പോർട്ടന്റ്, അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഒരിക്കലും ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അതിപ്പോ ഷിപ്പിലാണെങ്കിലും ശരി, കാറിലാണെങ്കിലും ശരി, ബൈക്കിലാണെങ്കിലും ശരി, പിന്നും തള്ളു. ഷിപ്പിന് പിന്നെ നെറ്റ് ഇല്ലാത്തോണ്ട് പ്രശ്നം. നെറ്റൊക്കെ ഉണ്ട്, എത്ര സൈക്കോളജി പരമായിട്ടുള്ള സൈക്കോളജി പരമായിട്ട് ഫോണിന്റെ അഡിക്ഷൻ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പൊ ഒരാള് ഫോണിന്, ഒരു കുട്ടി ഫോണിന് ഭയങ്കര അഡിക്ഷൻ ആയിട്ട് പാരന്റ്സ് കൊണ്ടുവരികയാണ്. അപ്പൊ കൗൺസിലിങ്ങിന് സൈക്കോളജി എന്ത് ചെയ്യും? ഞാൻ വേറെ ഡോക്ടറെ റെഫർ ചെയ്യും. ഇവിടെ സർവീസ് പോലെ അപ്പുറത്ത് ചെറിയ സത്യം എന്ത് അല്ല അങ്ങനെ പറയുന്നേ. ഞാനൊന്നും പറയില്ല. ഫോൺ പോരാ, വേറെ വിചാരിക്കരുത്. എന്താ ആള് കുറച്ച് ഇൻവെർട്ടർ ആയതുകൊണ്ടാണ്. സംഭവം സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഇരിക്കുന്നത്. ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള നിലവിലുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ.
ഇവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ള ഒറ്റ സോ ഫോൺ അഡിക്ഷൻ. അപ്പൊ നമുക്ക് എന്താണ് അതിനെ കുറിച്ച് അവസാനമായിട്ട് ഒരു കുറെ സമയമായില്ലേ? അല്ല, ഫോൺ അഡിക്ഷൻ ഒരു റിയൽ തിങ് ആണ്. ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു നല്ലൊരു ഇതാണ്. അതെ, ഒരുപാട് പേർ വേറെ പല കാര്യങ്ങളും അഡിക്റ്റ് ആവുന്നുണ്ടല്ലോ. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫോൺ അഡിക്റ്റ് അഡിക്ഷൻ അല്ല, എന്നാലും അത് ശരി. അല്ല, പറഞ്ഞപ്പോ മാറിപ്പോയി. ഫോൺ അഡിക്ഷൻ കുഴപ്പമില്ലാന്ന് നീ പറഞ്ഞു. അതെ അതെ നമ്മുടെ അറ്റൻഷൻ, മെന്റൽ ഹെൽത്ത് അതൊക്കെ കുറയും. പക്ഷെ തന്നെ ഒരു 30 സെക്കൻഡ് റീൽ നമ്മൾ 2x ഇട്ടിട്ട് അതെ, അതെ അതെ നമുക്ക് വേഗം കണ്ടു തീർക്കാൻ കണ്ടന്റ് അറിഞ്ഞാൽ മതിയല്ലോ എന്നാണ് ചിലര് പറയുന്നത്. അടുത്ത് കൂട്ടിയിട്ടാണ് അടുത്തെടുക്കാൻ. ഫോണിന്റെ പ്രശ്നമല്ല, ഇത് നമ്മുടെ പ്രശ്നമാണ്. ഇത് ഓരോരുത്തരും മെന്റാലിറ്റിയുടെ പ്രശ്നമാണ്. മൈൻഡ് സെറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ. അല്ല, ഞാനാ ഈ മോണ് മുന്നിൽ വെച്ചിട്ടാ ഞാനീ പറയുന്നത്. അല്ല, ഞാൻ അത് പറയാനാളല്ല. നമ്മുടെ ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ഇതിലൊക്കെ ഇരിക്കുന്ന ആൾക്കാര്, തലപ്പത്തുള്ള ആൾക്കാർക്ക് നല്ല സൈക്കോളജി ആൾക്കാരുണ്ട്. പക്ഷെ ഇത് മെന്റലി കറക്റ്റ് നമ്മളെ മനുഷ്യന്മാരെ എങ്ങനെ എത്രത്തോളം അവരുടെ ആപ്പിൽ എത്ര നാള് നിർത്താം എന്നുള്ളത് ഇത് ചെയ്തിട്ടാണ് ഒരു ഛർദിക്കാൻ ഇടപ്പ് അടുത്തൊരു എലോൺ മസ്ക് ആയിട്ടൊരു ഇന്റർവ്യൂ നടന്നിരുന്നു. അപ്പൊ മൂപ്പരെ ഫോൺ എടുത്തിട്ട് മൂപ്പര് സ്ക്രീൻ ഓൺ ടൈം ചോദിക്കാൻ പറഞ്ഞു. ലെസ് ദാൻ 2 മിനിറ്റ്. അത് ചോദിക്കാം, ലെസ് ദാൻ 2 മിനിറ്റ് മൂപ്പര് എന്ത് സ്ക്രീൻ ഓൺ ടൈം ആ ഒരു ദിവസം. പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് മെയിൻലി മൂപ്പരെ മെയിലുകളും ഓരോ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം ഒരു സ്ക്രീനിന്റെ മുന്നിൽ ചെലവഴിക്കാൻ. 2 മിനിറ്റ് സ്ക്രീൻ ടൈമുള്ള ഫോൺ കൊണ്ടാവും വന്നിട്ടാവുക. നമ്മളത്ര ദിവസം ഉണ്ടാവില്ല. അല്ല, ഈ ഇൻസ്റ്റഗ്രാം അതേപോലത്തെ ആപ്പുകളുടെ ഒരു മെയിൻ ഉദ്ദേശം എത്രത്തോളം ആൾക്കാരെ പിടിച്ചിട്ട് അങ്ങനെയാണ് അവരുടെ റവന്യൂ കിട്ടുന്നത്. നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും അതേ സാധനം ഉണ്ടാവും. ഓ അത് എന്തായാലേ ആഡ് പബ്ലിസിറ്റി ഇപ്പൊ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. കാരണം ഫോണിൽ നമ്മളെ കേൾക്കുന്നുണ്ട്. ഓ പറയാണ്ടോ, ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മസ്തിഷ്ക മരണത്തില് സ്പോയിലർ അലർട്ട് പറയുന്നില്ല. ക്ലാസ് ഞങ്ങൾ കണ്ടില്ല, വിളിച്ചു വന്നില്ല എന്ന് പറയണം. തിരക്കായി നാട്ടിലില്ലായിരുന്നു. അതെ, അരിക്കോടൊന്നും പോണ്ടി വന്നു. രാത്രി ഇന്നലെ എന്തേലാണ്. അപ്പോ അങ്ങനെയാണ് ഫോൺ അഡിക്ഷൻ. നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പാടാണ്, പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അല്ല, നമ്മളിത് ഉപദേശിക്കണ നമ്മള് വലിയ സംഭവം ഒന്നല്ല, എല്ലാവർക്കും ഈ സംഭവം നമ്മളും കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ്. അതെ, ഞങ്ങളും ശ്രമിക്കുന്നു, ഏറ്റവും നിങ്ങളും ശ്രമിക്കുക. ഇനി വരുന്ന തലമുറയെ ശ്രമിക്കുക. എല്ലാരും കൂടി ശ്രമിക്കുക. പ്രൊഡക്റ്റീവായിട്ട് സമയം നമ്മൾ കൺട്രോൾ ചെയ്താൽ എല്ലാത്തിനും സമയമുണ്ട് അല്ലേ. ഒരു ഏതൊരു മനുഷ്യനും ഉള്ളത് എത്ര 24 മണിക്കൂറാണ്. അത് നമ്മൾ വിനിയോഗിക്കുന്ന രീതി പ്രകാരം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ മിനിമലൈസ് ചെയ്യാം. അത്രേ ഉള്ളൂ. യൂസ് ചെയ്യരുത്. ഈ ഒരു വീഡിയോ കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തുമ്പോഴുണ്ടാവും കാണാം. ശരി വിട്ടാം. അതെ, നമ്മോ ഭാഗം ഇനി അടുത്ത വീഡിയോ 6 മാസത്തിന് ശേഷം ഇടവേളയിലേക്ക് കിടക്കുകയാണ്. അടുത്ത വീഡിയോ തിരിച്ചു ഉണ്ടാവട്ടെ, ഇനിയും വീഡിയോസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കും. 6 മാസം വരുമ്പോഴേക്കും മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓഡിയൻസ് എല്ലാവരും ഗൂഗിൾ മൂന്ന് പേർ കമന്റില് എല്ലാവരും ഹാപ്പി ജേണി കൊടുക്കണം. ആദ്യത്തെ വീഡിയോയിലുള്ള പോസ്റ്റ് ആയിരിക്കട്ടെ ഇത് അല്ലെ. ഗൂഗിളിലെ കുപ്പുകയിലത് സഹകരിക്കുക. എന്താണ് ഇതുവരെ കണ്ടെത്തിയെങ്കിൽ 6 മാസം കഴിഞ്ഞു ഈ ചാനൽ ഉണ്ടെങ്കിൽ ശുഭനിദ്ര, സുഖനിദ്ര. ഗുഡ് നൈറ്റ്, നന്ദി, നമസ്കാരം.